നമസ്കാരം. മഴതൂർ മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി ജോസഫിന്റെ മക്കളും ഭാര്യയും ഒക്കെ ഇനി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അലീനയുടെ പേരും പറഞ്ഞ വലിയൊരു യുദ്ധം തന്നെ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു പ്രശ്നത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും? അലീനയ്ക്ക് വേണ്ടിയിട്ട് ഇനി സ്റ്റാൻലി എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ ആരുടെ ഭാഗം വിജയിക്കും? മാത്രമല്ല, ഇനി അലീനയുടെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ കഴിഞ്ഞ ദിവസം സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യയുടെ സഹോദരി റീത്താമ്മ വന്നിട്ടുണ്ടായിരുന്നു. മകളുമായിട്ടാണ് വന്നിരുന്നത്. വന്നതിന് ശേഷം വലിയൊരു യുദ്ധം തന്നെ അവിടെ നടന്നു. ഭയങ്കര സംസാരമായിരുന്നു നടന്നിരുന്നത്. റീത്താമ്മ വന്നിട്ട് എൽസമ്മയ്ക്ക് മുൻപ് സ്റ്റാൻലി സ്നേഹിച്ച ആ പെൺകുട്ടിയിൽ ജനിച്ച മകളാണ് അലീന. പക്ഷെ അതൊന്നും കേൾക്കാൻ റീതാമ്മ തയ്യാറായില്ല. തന്റെ സഹോദരിയായ എൽസമ്മയെ സ്റ്റാൻലി ചതിക്കുകയാണ് ചെയ്തത് എന്നാണ് റീതാമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സ്റ്റാൻലി വീണ്ടും ആവർത്തിച്ചു, ഞാൻ ചതിച്ചിട്ടില്ല. ഞാൻ എൽസമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുൻപാണ് ഞാൻ ആ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നത്. ആ പെൺകുട്ടിയെ സ്നേഹിച്ചതിന് ശേഷം ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൽസമ്മയുമായിട്ട് വിവാഹം കഴിച്ചത്. അപ്പോൾ അതായത് അലീന ജനിച്ച കാര്യമോ ഒന്നും തന്നെ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ ഈ ഇടയ്ക്കാണ് അറിയുന്നത്. 23 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സ്നേഹിച്ച ആ പെൺകുട്ടിയിൽ അലീന ജനിച്ചുവെന്നും അങ്ങനെ അലീന 23 വർഷം അനാഥാലയത്തിലാണ് ജീവിച്ചതെന്നും അവൾക്ക് ആരുമില്ല എന്നും ഇപ്പോഴും അവൾ അനാഥയായാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ എൻ്റെ മകൾ അനാഥയായി ജീവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ അലീനയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ റീതാമ്മ തയ്യാറായി. ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടായത്. വലിയ തർക്കങ്ങളുണ്ടായി. അപ്പോൾ സ്റ്റാൻലിയെ റീതാമ്മ വെല്ലുവിളിച്ചു. എന്തായാലും എന്താന്ന് വെച്ചാൽ ചെയ്യും. അതായത് ഒന്നെങ്കിൽ അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇപ്പോൾ നാട്ടുകാരെല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എൽസമ്മയോട് ഡിവോഴ്സ് ചെയ്യാനായിട്ടാണ് സ്റ്റാൻലി പറയുന്നത്. എൽസമ്മയ്ക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യട്ടെ, അതിൽ യാതൊരു പ്രശ്നവും. പക്ഷേ അലീന എൻ്റെ കൂടെ തന്നെ കാണും എന്ന് സ്റ്റാൻലി ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് റീതാമ്മ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആൻ്റപ്പനെ വിളിച്ചു. എന്നിട്ട് ആൻ്റപ്പനെ വിളിച്ചിട്ട് അലീനയെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ റീതാമ്മയ്ക്കൊപ്പം വന്ന സ്റ്റാൻലിയുടെ മകൾ പോയി ആ കതക് തട്ടി തുറന്നപ്പോൾ ഒരു ദേവതയെ പോലെ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുന്നു എന്നാണ് സ്റ്റാൻലിയുടെ മകൾ പറഞ്ഞത്. കാരണം അത്ര ഭംഗിയായിരുന്നു അലീനയെ കാണാൻ. പക്ഷേ റീതാമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അലീന പുറത്തിറങ്ങി വന്നപ്പോൾ സ്റ്റാൻലിയുടെ മകളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സ്റ്റാൻലിയുടെ മകൾക്കും അലീനയോട് അത്രത്തോളം സ്നേഹം തന്നെയായിരുന്നു. എന്നിട്ട് അലീന ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ചേച്ചിയുടെ പേരെന്താന്നൊക്കെ ചോദിച്ചപ്പോൾ അലീന തന്റെ പേര് പറഞ്ഞു കൊടുത്തു. പക്ഷെ റീതാമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. റീതാമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും എന്നിട്ട് അപ്പോൾ അലീന പറഞ്ഞത് ഇത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടുത്തെ പപ്പയുടെ മകളാണെന്ന് പറഞ്ഞു. സ്റ്റാൻലി ജോസഫിന്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ അലീനയും പറയാണ് ഞാനും ഇവിടുത്തെ പപ്പയുടെ മകൾ തന്നെയാണ് എന്ന് അലീനയും പറഞ്ഞു. പക്ഷേ റീതാമ്മ ഓടി വന്നിട്ട് അലീനയുടെ കൈ തട്ടി മാറ്റുകയും എന്നിട്ട് പറയുകയാണ് 90 ദിവസം നീ ഇവിടെ ത്തില്ല, 90 ദിവസത്തിനുള്ളിൽ നിന്നെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കുമെന്നാണ് റീതാമ്മയുടെ വെല്ലുവിളി. മാത്രമല്ല, എന്തായാലും നീ ഇവിടെ ഉള്ളോടെ കാലം മുഴുവൻ ജീവിക്കാനൊന്നും പോകുന്നില്ല. ഇവിടുത്തെ സ്റ്റാൻലിയുടെ മകളായി ജീവിക്കുന്നതിനേക്കാളും നല്ലത് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ റീതാമ്മ അലീനയോട് സംസാരിച്ചു. അത് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റാൻലി റീതാമ്മയോട് ദേഷ്യപ്പെടുകയും എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞ് ഓടിക്കുകയും ചെയ്തു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും സ്റ്റാൻലി ആണെങ്കിലും ഇപ്പോൾ അതായത് സ്റ്റാൻലിയുടെ ജോലിക്കാരെല്ലാവരും അലീനയുടെ പക്ഷത്തല്ല, റീതാമ്മയുടെയും അവരുടെ കുടുംബത്തിന്റെ പക്ഷത്താണ്. അപ്പോൾ അലീനയെ പുറത്താക്കാനായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഇനി ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അലീന വീണ്ടും സ്റ്റാൻലിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനായിട്ട് തയ്യാറാകുമോ? അങ്ങനെ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടാൻ പോകുന്നത്? മാത്രമല്ല, അലീനയ്ക്ക് മനുവിനെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ മനുവിനെ വിവാഹം കഴിക്കാനായിട്ട് അലീന തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻലിയും അലീനയുടെ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ മനുവിൻ്റെയും അലീനയുടെയും ആ ഒരു ബന്ധത്തിന് സ്റ്റാൻലി സമ്മതിക്കുമോ? അതോ ഇനി അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇനി ഇപ്പോൾ സ്റ്റാൻലിയുടെ ഭാര്യ എൽസമ്മ വന്നിട്ടില്ല. എൽസമ്മയും ബാക്കി കുടുംബക്കാരെല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.